ജൂലൈ 31 പ്രേംചന്ദ് ജയന്തിയാണല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് സ്കൂളുകളിൽ പറയാൻ പറ്റുന്ന ഒരു പ്രഭാഷണം. ഹിന്ദി കഹാനി സാഹിത്യ में प्रेमचंद एक मील का पत्थर है. प्रेमचंद हिंदी साहित्य ഒരു മൈൽ സ്റ്റോൺ ആണ്. इनका जन्म 31 जुलाई 1880 को वाराणसी जिले के लम्ही गांव में हुआ था. അദ്ദേഹത്തിന്റെ ജന്മം 31 ജൂലൈ 1880 वाराणसी जिले लम्ही गांविലായിരുന്നു. प्रेमचंद की रचना दृष्टि विभिन्न साहित्य रूपों में अभिव्यक्ति हुई. പല സാഹിത്യ രചനകളിലൂടെ അദ്ദേഹം അതിൻ്റെ രചനാദൃഷ്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വഹ ബഹുമുഖി പ്രതിഭ സമ്പന്ന സാഹിത്യകാർ थे. ബഹുമുഖി പ്രതിഭയുള്ള ഒരു സാഹിത്യകാരനായിരുന്നു. प्रेमचंद हिंदी के सबसे बड़े और सबसे ज़्यादा लोकप्रिय कथाकार है. ഏറ്റവും വലിയ ഏറ്റവും ലോകപ്രിയനായ കഥാകാരനാണ് ഹിന്ദിയിലെ പ്രേംചന്ദ്. ഉൻകാ മൂൽ നാം ധനപത് റായ് था. ധനപത് റായ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര്. ഉन्होंने लेखन की शुरुआत उर्दू से की. അദ്ദേഹം ഉറുദുവിൽ നവാബ് റായ് എന്നുള്ള പേരിൽ ആദ്യ ലേഖനങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ടായി. प्रेमचंद की पहली पुस्तक सोजे वतन जो देशभक्ति की 5 कहानियों का संग्रह है अंग्रेज शासकों द्वारा जब्त कर ली गई थी. उसके बाद वे हिंदी में लिखने लगे. ഉറുദുവിൽ അദ്ദേഹം ആദ്യമായി എഴുതിയ സോജെ വതൻ എന്നുള്ള പുസ്തകം ബ്രിട്ടീഷുകാരാൽ ജപ്തി ചെയ്യപ്പെടുകയുണ്ടായി. അത്രയ്ക്കും എഫക്റ്റീവായിരുന്നു ആ പുസ്തകങ്ങൾ. ദേശഭക്തിയെക്കുറിച്ചുള്ള 5 കഥകളായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഹിന്ദിയിൽ എഴുതി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ തുലിക നാമമായിരുന്നു പ്രേംചന്ദ്. प्रेमचंद के रचनाओं में तत्कालीन इतिहास बोलता था. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആ സമയത്തെ ആ കാലഘട്ടത്തിലെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. उनके हृदय में गरीबों एवं पीड़ितों के लिए सहानुभूति का सागर था. ദരിദ്രരോടും പീഡിതരോടുള്ള സഹാനുഭൂതി അദ്ദേഹത്തിൻ്റെ രചനകളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക ഹിന്ദി കഹാനിക്കെ പിത എന്നറിയപ്പെടുന്ന പ്രേംചന്ദ് സാദേ और सरल जीवन के मालिक थे. സാധാരണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. उनका लेख हिंदी साहित्य की एक ऐसी विरासत है जिसके बिना हिंदी के विकास का अध्ययन अधूरा होगा. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഹിന്ദിയിൽ അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അധ്യയനം കൂടാതെ, അദ്ദേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാതെ ഹിന്ദി സാഹിത്യത്തിൻ്റെ വികാസത്തെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമാവില്ല. उन्होंने कुल 15 उपन्यास, 300 से अधिक कहानी, 3 नाटक, 10 अनुवाद, बाल साहित्य की 7 पुस्तक और हजारों पृष्ठों के लेख, संपादकीय और भूमिका आदि लिखे हैं. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ രചനകളാണ് ഇതെല്ലാം. 15 ഉപന്യാസങ്ങൾ, 300-ലധികം കഥകൾ, 10 അനുവാദങ്ങൾ, 3 നാടകങ്ങൾ, ബാലസാഹിത്യത്തിൻ്റെ 7 പുസ്തകങ്ങൾ, മറ്റ് ലേഖനങ്ങൾ, 2 പത്രങ്ങളുടെ സമ്പാദകി, അതായത് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഉൻകെ ജീവൻ കാൽ മേ ഹി ഉനെ ഉപന്യാസ് സമ്രാട്ട് മാനാ ഗയ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഉപന്യാസ് സമ്രാട്ട് എന്ന് വിശേഷിക്കപ്പെടുകയുണ്ടായി. प्रेमचंद की ख्याति मुख्यतः उनके कथा साहित्य पर आधारित है. അദ്ദേഹത്തിൻ്റെ പഞ്ചപരമേശ്വർ, പൂസ് കി രാത് മുതലായ ഒരുപാട് കഥാസംഗ്രഹങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാസംഗ്രഹത്തിൻ്റെ പേര് മാനസ് സരോവർ എന്നാണ്. പ്രേംചന്ദിനെ ഹിന്ദി ഉപന്യാസ് और कहानी को परिपक्वता थी. ഹിന്ദി ഉപന്യാസത്തിനും സാഹിത്യത്തിനും ഒരു മെച്യൂരിറ്റി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ രചനകളാണ്. उनका साहित्य आम आदमी का साहित्य है. പാവപ്പെട്ട മനുഷ്യൻ്റെ സാഹിത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യം. സാഹിത്യ के जरिए जीवन मूल्यों को स्थापित किया. സാഹിത്യത്തിലൂടെ ജീവിത മൂല്യങ്ങൾ അയാൾ ഉറപ്പിച്ചു. प्रेमचंद की कालजयी कृति गोदान को भारत के किसान जीवन का महाकाव्य माना जाता है. അദ്ദേഹത്തിൻ്റെ കാൽജയി കൃതിയായ ഗോദാൻ കിസാൻ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുന്ന ഒന്നായിരുന്നു. രംഗഭൂമി പർ ഗാന്ധിവാദ് ക പ്രഭാവ്. മറ്റൊരു കൃതിയായ രംഗഭൂമിയിൽ ഗാന്ധിവാദത്തിൻ്റെ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും. സേവാസദൻ और കർമ്മഭൂമി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. സുധാർവാദി ഉപന്യാസ് थे. ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള ഉപന്യാസങ്ങളായിരുന്നു, മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഉപന്യാസങ്ങൾ. പ്രേംചന്ദ് के उपन्यासों और कहानियों पर कई फिल्में बनाई गई. അദ്ദേഹത്തിൻ്റെ കൃതികളെയൊക്കെ ആധാരമാക്കി ഒരുപാട് സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പ്രേംചന്ദ് പ്രഗതിശീൽ വിചാരധാര के लेखक थे. പുരോഗമനവാദിയായ ഒരു ലേഖകനായിരുന്നു പ്രേംചന്ദ്. इसके विपुल कथा साहित्य में सांप्रदायिकता, भ्रष्टाचार, जमींदारी, गरीबी, राजनीतिक पराधीनता आदि का प्रभावशाली चित्रण मिलता है. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഇത്തരം അനീതികൾ, ഭ്രഷ്ടാചാർ എന്ന് പറഞ്ഞാൽ അയിത്തം, ജമീന്ദാരി, ദാരിദ്ര്യം, ഭരണകൂടത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ഇത്തരം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മനോഹരമായൊരു ചിത്രണം അദ്ദേഹത്തിൻ്റെ കൃതികളിലും കഥകളിലും നമുക്ക് കാണാൻ സാധിക്കും. 8 अक्टूबर 1936 को उनकी मृत्यु हुई. अक्टूबर 8, 1936 അദ്ദേഹം അന്തരിച്ചു. उस महान के चरणों में प्रणाम करते हुए धन्यवाद.